قال لا تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേൾവിക്കാരുടെ സൗകര്യത്തിനായി ആ ഫുൾ വീഡിയോയുടെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ചേർക്കുന്നത്. വീഡിയോ കാണുക, എല്ലാവരും ഈ വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞങ്ങളുടെ ഓരോ വീഡിയോകളും, നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസും ഞങ്ങളുടെ ഈ ചാനലിലും മറ്റു ചാനലിലും ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇൻഷാ അല്ലാഹ് തുടരുന്നു. ഇത്രയും നേരം അദ്ദേഹം പുള്ളി പറയുന്നത് സ്ത്രീയെ വസ്തുവായിട്ട് കാണുന്നു, അങ്ങനെ ഒന്നുമില്ല. വസ്തു ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് കൃഷിയിടമെന്ന് കാണിച്ചത്, എത്ര മാന്യമായിട്ടാണ് അത് പറഞ്ഞേക്കുന്നത്. ആ വിത്തിടുന്ന സ്ഥലത്ത് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്നർത്ഥം അതിനകത്ത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ കൂടെ പറ്റത്തുള്ള അത് അവർ ചോദിച്ചില്ല. തിരിഞ്ഞ് ബാക്ക് പോസ്റ്ററിൽ വജനൽ സെക്സ് ആണ് ചോദിച്ചത്. പക്ഷെ എല്ലാത്തിനും കൂടെ അർത്ഥം വന്നു, എല്ലാത്തിനും കൂടെ ഉത്തരം തന്നു. അതുകൊണ്ടാണ് ആ ഒരൊറ്റ വാക്കില് അവസാനം പറയാന്ന് പറഞ്ഞിരുന്നില്ല. അത് എത്രത്തോളം റൂളുകളാണ് ഇതിനകത്ത് നിന്ന് വരുന്നതെന്നുള്ള ആലോചിച്ച് നോക്കുക. വേറെ ഹദീസും പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിൽ കൂടെ പറ്റത്തുള്ളൂ എന്നുള്ളത്. മുസ്ലിം 1439C ആണെന്ന് തോന്നുന്നു. അങ്ങനെ ക്ലിയർ ആയിട്ട് 35C മാത്രമേ പാടുള്ളൂ എന്നുള്ള ഹദീസിനകത്ത് കാണാം. അതുമല്ലാതെ ഇതിനകത്ത് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത് കൃഷി എന്ന് പറയുന്നുണ്ട് മാത്രം. എവിടെയാണോ വിത്തിട്ടാൽ കൃഷി ഉണ്ടാവോ, മുളയ്ക്കോ, അവിടെ മാത്രമേ ചെയ്യാവൂ എന്നുള്ളതും ആ വാക്കിൽ അത്രയ്ക്ക് അർത്ഥം അതിനകത്ത് വന്നിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് ഈ അന്ധവിശ്വാസം ശരിയല്ല. പിന്നിലൂടെ സമീപിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് സ്കിൻ ഉണ്ടാവും അല്ലെങ്കിൽ കോങ്കൺ ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതും ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഒരു അർത്ഥം കൂടെ ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു ഇതേ സംശയം പോയി ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഒരു ഡോക്ടറുടെ അടുത്ത് ചോദിക്കാന്ന് വിചാരിക്കും, ഇങ്ങനെ ഒരു ഇത് അഭിപ്രായം പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്, അപ്പം ഇങ്ങനെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുട്ടിക്ക് ഇത് ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ഇത് പറയും, ഒരു കുഴപ്പമില്ല നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞ വാക്കുകളെല്ലാം വെച്ചിട്ട് ജബ്ബാർ മാഷ് പറയുമോ? ഇത്രയും വൾഗറായിട്ട് വൃത്തികെട്ട ഇതായിട്ട് സ്ത്രീയെ ഒരു വസ്തുവാക്കിയിട്ട് അതിനെ മോശമായിട്ട് അതിക്രമം കാണിക്കാൻ ആ ഡോക്ടർ പറഞ്ഞെന്ന് ജബ്ബാർ പറയുമോ? അപ്പം എത്രത്തോളം ആ ഒരു കോട്ടിമാട്ടലും, എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കലും, ഇസ്ലാമിനുള്ള വെറുപ്പ് അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തം കയ്യിലെടുത്തു എന്നുള്ളത് കൊണ്ട് ടിവിയുടെ മുമ്പിൽ ഇരുന്ന് എന്തും പറയാം എന്നുള്ള ഒരു സ്റ്റാൻഡല്ലേ ഇയാൾ എടുത്തേക്കുന്നത്. ഇയാളുടെ എല്ലാ വിമർശനം ഈ രീതിയിലാണ്. അപ്പൊ നമ്മൾ ഒരെണ്ണം മാത്രം കീറി മുറിച്ചെടുക്കാൻ കാരണം, ഒരെണ്ണത്തിനകത്ത് ഇത്രയും കള്ളം പറയും, ഒരു 4 ആയത്തുള്ളതിനകത്ത് ഇത്രയും കള്ളം പറയാമെങ്കിൽ ഇയാൾ ഈ ക്ലാസ് മൊത്തം പറഞ്ഞത് എത്ര കള്ളങ്ങൾ പറഞ്ഞാണ്. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഓരോന്നോരോ 2 മണിക്കൂർ എടുത്തത് ഇങ്ങനെ എടുത്ത് ഓരോ ലൈനായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുമോ? അപ്പൊ ആളുകൾക്ക് ഇതൊരു സാമ്പിളാക്കി നമ്മളൊരു വീഡിയോ ആയിട്ട് കാണിക്കുകയാണ്. ഇയാൾ എത്രത്തോളം കള്ളനാണ്, നുണയനാണ്, ആഭാസനാണ് ഇയാള് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇത്രയും പറഞ്ഞത്. ഇനി ആയത്തിലേക്ക് വരാം. ആയത്ത് പറയുന്നത് നോക്കുക. അതായത് സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങളുടെ ഭാര്യമാർ. വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നുള്ള വാക്ക് എത്ര വട്ടം വരുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലാണ് അതിനകത്ത് ബ്യൂട്ടി ഉള്ളത്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ ചെല്ലാവുന്നതാണ്. ഫസ്റ്റ് ഇത് ക്ലബ് ഹൗസിലും മറ്റു ആൾക്കാരിലൊക്കെ മറ്റ് മീഡിയയിലൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ കൃഷിയിടം എന്ന് പറയുമ്പോൾ നമുക്ക് പാട്ടത്തിന് കൊടുക്കാവോ എന്നുള്ള രീതിയിൽ. അതായത് വേറൊരാൾക്ക് കൃഷി ഇറക്കാം എന്നുള്ള വളരെ വൾഗറായിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ട്. അതിന് ഉത്തരം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങൾ, എത്ര നിങ്ങൾ വന്ന് നോക്കിയാൽ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അതിനാൽ നിങ്ങൾ ഇച്ഛിക്കുമ്പോഴത്തേക്കും പോകും. അപ്പൊ വേറെ ആരും പോകാൻ പാടില്ല. ഇത് എത്ര ബ്യൂട്ടി ആയിട്ട് നിങ്ങൾ പറയുന്ന ആ വെറും ബാലിശമായ ആരോപണത്തിന് പോലും ഉത്തരം ഈ ആയത്തിനകത്തുണ്ട്. നിങ്ങൾ മാത്രമേ പോകാവൂ, മറ്റൊരാൾ പോകാൻ പാടില്ല, നിങ്ങളുടെ ഭാര്യമാരാണ്, നിങ്ങളെ പോകാവൂ. മറ്റൊരിടത്ത് നിങ്ങൾ ഇച്ഛിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ പോസ്റ്ററിനെ കുറിച്ച് പറഞ്ഞെന്ന് നമുക്ക് വിചാരിക്കും. പക്ഷെ ഇന്ന് മോഡേൺ സയൻസിൽ ഉള്ള വലിയൊരു സമസ്യക്കുള്ള ഉത്തരം ഇതിനകത്തുണ്ട്. കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടക്കുന്ന ഒരു കാര്യമാണിത്. ഇന്ന് ഒരാൾ വന്ന് ഒരു മൗലം എടുത്ത് ചോദിക്കുകയാണ്, ഇന്നുള്ള IVF മെത്തേഡ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എടുത്ത് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമോ എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ? ഈ കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് IVF മെത്തേഡിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ സ്പേം എടുത്ത് ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഇടാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിൽ ഇത് പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഉത്തരവുണ്ട്. ഇതാണ് ആ ഉത്തരം. ഈ ആയത്താണ് അതിനകത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഇച്ഛിക്കുന്ന വിധം നിങ്ങൾ കൃഷി ചെയ്യാന്നുണ്ട്. നിങ്ങൾ ഏത് രീതിയിലും നിങ്ങൾ ഭാര്യ എടുത്ത് പൊയ്ക്കോളൂ. അത് പോസ്റ്ററിനെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഇന്നത്തെ മോഡേൺ സമസ്യക്ക് ഉത്തരം ഇതിനകത്തുണ്ട്. നിങ്ങൾ IVF മെത്തേഡ് ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് ലൈംഗിക ബന്ധം മാത്രമല്ല, ഇന്നുള്ള മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ എടുത്ത് പോകാം. പക്ഷേ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ മാത്രമേ പോകാവൂ. അതിന്റെ അർത്ഥം ചിലത് വേറെ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇടുന്നുണ്ട്. ഈ ഒരു സിനിമയില് മോഹൻലാലിന്റെ ഒരു സിനിമയില് മോഹൻലാലും രേഖയും തമ്മിലുള്ള ഒരു പടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അതിനകത്ത് വാടക ഗർഭപാത്രം, വാടക ഭാര്യ എന്ന് പറഞ്ഞെടുത്തിട്ട് വേറൊരു സ്ത്രീയിൽ ഇംപ്ലാന്റ് ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. അത് പാടില്ല. നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ മാത്രമേ പോകാവൂ. നിങ്ങൾ ഇച്ഛിക്കുന്ന രീതിയിൽ പോകാൻ വേറൊരാൾക്ക് വിടാൻ പറ്റില്ല, വേറൊരാളുടെ ഇടാൻ പറ്റത്തില്ല. അത് നിങ്ങൾ IVF-ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറ്റും, പക്ഷെ അതിനകത്ത് കുഴപ്പമുണ്ടെങ്കിൽ അത് പാടില്ല. വേറൊരാളുടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഭാര്യത്ത് അത് ഇടാൻ പാടില്ല എന്ന് വളരെ ധാർമ്മികമായ ഒരു സൊല്യൂഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ആ പടത്തിൽ കാണിക്കുന്നുണ്ട്. ഇമോഷണൽ പ്രശ്നങ്ങളും അതൊക്കെ വരും. അത് ഇന്ന് മോഡേണിൽ മാത്രം വരുന്ന സംഭവമാണത്. അന്നത്തെ കാലത്ത് ഇത് ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. അതും കൂടെ ഉൾപ്പെടുത്തിയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അവസാനം ഇത് പറയാം എന്തുകൊണ്ടാണ് കൃഷിയിടം എന്ന് പറഞ്ഞത്. നിങ്ങൾ എത്ര വട്ടം വന്ന് നോക്കുന്നത്, നിങ്ങൾ മാത്രമേ ചെയ്യാവൂ, വേറൊരാണ്ട് ചെയ്യാൻ പാടില്ല എന്ന് അത്രയ്ക്കും പറയുന്ന ഉദാത്തമായ ഒരു ആയത്തിനെ ഈ ജബ്ബാർ മാഷ് വന്നിട്ട് ഒരു യൂട്യൂബും ഒരു നെറ്റും ഉണ്ടെങ്കിൽ വായി തോന്നുന്ന പറയാന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ട് ഇത് വിമർശിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് ഇതിനകത്ത് പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം കൂടെ, സ്ത്രീകളെ മാത്രം അഭിസംബോധന ചെയ്യുന്നു, പുരുഷൻ മാത്രമേ അഭിസംബോധന ചെയ്യുന്നുള്ള ഒരു ചോദ്യം കൂടെ പറഞ്ഞു. അതിന് ഇപ്പൊ റെഫറൻസ് എന്റെ കയ്യിലില്ല. എന്തായാലും ഞാൻ പൊതുവെ പറയാം. ഖുർആന്റെ എല്ലാ കാര്യങ്ങളും, ഈ ഒരു കാര്യം മാത്രമല്ല, നിങ്ങൾ നിസ്കരിക്കുക, നോമ്പ് വെക്കുക, അങ്ങനെ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, നരകം കിട്ടും പറയുന്ന എല്ലാം പുല്ലിംഗമാണ്. അതായത് പുരുഷനെ അഡ്രസ് ചെയ്തിട്ടാണ് ഖുർആന്റെ സ്റ്റൈൽ തന്നെ ഉള്ളത് മൊത്തത്തിൽ. അപ്പൊ അന്നത്തെ സ്ത്രീകൾ തന്നെ ഒന്ന് ചോദിച്ചു, ഇതെന്താണ് എപ്പോഴും എല്ലാം പുരുഷനോട് ഡയറക്റ്റ് ചെയ്തിട്ടാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴാണ് ഒരായത്ത് വരും ഖുർആനിനകത്ത്. എല്ലാം പുരുഷനുള്ളതുപോലെ തന്നെ എല്ലാവർക്കും സ്ത്രീകൾക്കുണ്ട്. സത്യവിശ്വാസികളായ പുരുഷനും സത്യവിശ്വാസിയായ സ്ത്രീയും, വിശ്വസിച്ച മോമിനായ സ്ത്രീകളും മോമിനായ സ്ത്രീയും, നിസ്കരിക്കുന്ന സ്ത്രീയും നിസ്കനായ പുരുഷനും എന്ന് പറഞ്ഞ് എല്ലാം സ്ത്രീ പുരുഷൻ അതെല്ലാം നിങ്ങൾക്ക് ഒന്നിച്ച് വരും എന്ന് പറഞ്ഞ് ഒറ്റ ആയത്തില് നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടും എന്നുള്ളത് ഒരായത്തിൽ ചേർത്തു. കാരണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പുരുഷനോട് നിസ്കരിക്കാൻ പറയണം, അടുത്ത ആയത്തിൽ സ്ത്രീലിംഗത്തിൽ പറയണം. ഓരോ ആയത്തിലും സ്ത്രീയെയും പുരുഷനെയും അഭിസംബോധന ചെയ്താൽ ഖുർആൻ അങ്ങനെ ഡബിൾ ആയിപ്പോകും. അതില്ലാതിരിക്കാനായിട്ടാണ് പുരുഷനെ അഭിസംബോധന ചെയ്തിട്ട് മൊത്തം ഇതെല്ലാം സ്ത്രീക്കും ആപ്ലിക്കബിൾ ആണെന്നുള്ള മറ്റൊരു ആയത്ത് കൊണ്ടുവന്നിട്ട് ഖുർആൻ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ജബ്ബാർ മാഷ് ഇതായിട്ട് ചോദിച്ചത്. എന്താണ് കാര്യമായി ഇച്ചിരി അർത്ഥവട്ടമായിട്ട് ചോദിച്ചത്. അതുപോലെ ഈ കേസിൽ പുരുഷൻ വന്നാലും കുഴപ്പമില്ല. പക്ഷെ കാരണം പുരുഷന്റെ കാര്യത്തിലാണ് ചോദിച്ചിരിക്കുന്നത് സ്ത്രീ, അതുകൊണ്ടാണ് പുരുഷന്റെ രീതിയിൽ വന്ന് പുരുഷന് ഓർഡർ ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞു. പിന്നെ ടെക്നിക്കൽ ഗ്ലിച്ചുള്ളതുകൊണ്ട് കൂടുതൽ നീട്ടണ്ട. ഷമീറെ ക്ലോസ് ചെയ്യാം.